എല്ലാവർക്കും വൈറ്റ് സോൺ ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് റയൽ മാഡ്രിഡ് vs ബാഴ്സലോണ മത്സരത്തെ കുറിച്ചിട്ടാണ്. ഈ ഒരു മത്സരത്തിൽ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് റയൽ മാഡ്രിഡ് ആണ്. ഒരു വമ്പൻ സ്കോറിനാണ് റയൽ മാഡ്രിഡ് വിജയിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കളിയിൽ ഗോൾ സ്കോറേഴ്സ് എന്ന് പറയുന്നത് വിനീഷ്യസ് ജൂനിയർ, റോഡ്രിഗോ ആണ് റയൽ മാഡ്രിഡിന് വേണ്ടി സ്കോർ ചെയ്തിട്ടുള്ളത്. ബാഴ്സയ്ക്ക് വേണ്ടി അടിച്ചിട്ടുള്ള ആ ഒരു ഗോള് ലെവൻഡോസ്കിയുടെ വകയായിരുന്നു. അങ്ങനെ ഈ ഒരു കളീൻ്റെ 7ാമത്തെ മിനിറ്റിൽ തന്നെ ഫസ്റ്റ് ഗോൾ പറഞ്ഞിട്ടുണ്ട്. വിനീഷ്യസ് ജൂനിയർ ആണ് ഒരു ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ആ ഒരു സെലിബ്രേഷനൊക്കെ ഇട്ടുകൊണ്ട് ആ ഒരു ഗോള് റൊണാൾഡോക്ക് ഡെഡിക്കേറ്റ് ചെയ്യണ നമ്മൾ കണ്ടു. റൊണാൾഡോന്റെ ഹോം സ്റ്റേഡിയത്തിലാണ് ഇപ്പോൾ ആ ഒരു കളി നടന്നിട്ടുണ്ടായിരുന്നത്, ആ ഒരു ഫൈനൽ. അതുകൊണ്ട് തന്നെ ആ ഒരു 7ാം നമ്പർകാരൻ 7ാമത്തെ മിനിറ്റിൽ ഗോൾ അടിച്ചുകൊണ്ട് 7ാം നമ്പർകാരൻ്റെ ഐക്കോണിക് സെലിബ്രേഷൻ ചെയ്യണം നമ്മൾ കണ്ടു. അതിനുശേഷം 10ാമത്തെ മിനിറ്റിൽ തന്നെ അടുത്ത ഗോൾ വരുന്നത് നമ്മൾ കണ്ടു. ഇത് വിനീഷ്യസ് ജൂനിയർ തന്നെയായിരുന്നു. ഈ ഒരു ആദ്യത്തെ ഗോളിന് അസിസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത് വെല്ലിങ്ങാം ആണെങ്കിൽ വെല്ലിങ്ങാം ഒരു ബോൾ വിൻ ചെയ്ത് ഫ്രീ ആയിട്ട് വിനീഷ്യസ് ജൂനിയറിനെ ആ ഒരു എന്താ ഇതിലേക്ക് തുറന്നു വിടുന്നതാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ആ ഒരു ബോൾ നേരെ എടുത്താണ് വിനീഷ്യസ് ജൂനിയറിന് ആ ഗോളിന് കട്ട് ചെയ്തുകൊണ്ടാണ് ആ ഒരു ഫസ്റ്റ് ഗോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം സെക്കൻഡ് ഗോൾ 10ാമത്തെ മിനിറ്റിൽ വന്നിട്ടുണ്ടായിരുന്നത് റോഡ്രിഗോന്റെ അസിസ്റ്റിൽ നിന്നാണ്. റോഡ്രിഗോ ആ ഒരു ബോൾ ആ ഒരു കർവാഹാലിന്റെ കയ്യിൽ നിന്ന് റോഡ്രിഗോ ഒരു ബോൾ വാങ്ങിയതിന് ശേഷം റൈറ്റ് വിങ്ങിൽ കൂടെ കൊടുങ്ങാണ്ട് ഒരു ത്രൂ ബോൾ ആ ഒരു ബോക്സിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. ആ ഒരു ബോക്സിലേക്ക് വെച്ചുകൊടുത്ത ത്രൂ ബോൾ റൊണാൾഡോ അറോജോക്കും അതുപോലെ തന്നെ ആ ഒരു ഗോൾ കീപ്പറിനും എടുക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ലൈഡിങ്ങിലൂടെ ആ ഒരു ഗോള് വിനീഷ്യസ് ജൂനിയർ നേടിയെടുക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം 33ാമത്തെ മിനിറ്റിലാണ് ബാഴ്സ ഒരു ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നത്. അതൊരു കോർണറിലൂടെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആ കോർണർ മെൻഡി ഗുണ്ടോഗനാണ് ആ കോർണർ എടുത്തിട്ടുണ്ടായിരുന്നത്. ആ ബോൾ മെൻഡി ക്ലിയർ ചെയ്ത ബോളാണ്. അത് നേരെ ചെന്നെത്തിയിട്ടുണ്ടായിരുന്നത് ലെവൻഡോസ്കിന്റെ കയ്യിലേക്കാണ്. ലെവൻഡോസ്കി ആ ഒരു ബോൾ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. ആ ഒരു വരുന്ന വരവ് തന്നെ നല്ലൊരു ഫിനിഷ് ചെയ്യണം നമ്മൾ കണ്ടു. ആ ഒരു ബാഴ്സക്ക് നല്ലൊരു ഹോപ്പ് കൊടുക്കുന്ന സംഭവമായിരുന്നു. പക്ഷേ അതിന് ശേഷം തന്നെ അതിൻ്റെ കുറച്ച് മിനിറ്റുകൾക്ക് ഏകദേശം ഒരു 4-5 മിനിറ്റിന് ശേഷം തന്നെ ഇപ്പുറത്തെ സൈഡിൽ ബാഴ്സന്റെ ബോക്സിൽ വിനീഷ്യസ് ജൂനിയറിനെ അറോജോ ഫോളോ ചെയ്യണം നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ അവിടെ ഒരു പെനാൾട്ടി റയൽ മാഡ്രിഡിന് കിട്ടുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു 3-1 എന്നുള്ള സ്കോറിന് ആ ഒരു ഫസ്റ്റ് ഹാഫ് തന്നെ ഈ റയൽ മാഡ്രിഡിന് കിട്ടാൻ അതൊരു കാരണമായി. പിന്നെ ആ ഒരു സിറ്റുവേഷൻ തന്നെ മറ്റൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അറോജോക്ക് ആ ഒരു പെനാൾട്ടി വാങ്ങിയിൽ യെല്ലോ കാർഡും കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സെക്കൻഡ് ഹാഫ് തുടങ്ങുകയാണ്. സെക്കൻഡ് ഹാഫിന്റെ ആകെ ഒരു ഗോളാണ് വന്നിട്ടുണ്ടായിരുന്നത്. അത് റോഡ്രിഗോന്റെ ആ ഒരു ഗോളായിരുന്നു. അത് വാൾവേർഡേക്ക് കൊടുക്കാണ്ട് വിനീഷ്യസ് ജൂനിയറിന് ഒരു ക്രോസ് ഇട്ട് കൊടുത്തു. വിനീഷ്യസ് ജൂനിയർ അത് ബെല്ലിങ്ങാമിനെ പിക്ക് ചെയ്യാൻ നോക്കിയതാണ്. അതിനു മുന്നേ കൂണ്ട ഒരു ഇടപെടൽ നടത്തിക്കൊണ്ട് തന്നെ കൂണ്ടയുടെ കാലിൽ നിന്നിട്ടിട്ട് വേണ്ടി നേരെ കിട്ടിയിട്ടുണ്ടായിരുന്നത് റോഡ്രിഗോന്റെ കാലിലേക്കാണ്. റോഡ്രിഗോ സിമ്പിളായിട്ടൊരു ഗ്രൗണ്ട് ഫിനിഷ് എടുക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെ 4-1 എന്നുള്ള സ്കോറിന് കളി മുന്നോട്ട് പോവുകയാണ്. അതിനുശേഷമാണ് 70-71ാമത്തെ മിനിറ്റ് ഒക്കെ ആയപ്പോഴാണ് പിന്നെ നമ്മളെ അറൗജോക്ക് വീണ്ടും ഒരു വിനീഷ്യസ് ജൂനിയറിനെ തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അറൗജോക്ക് വീണ്ടും ഒരു യെല്ലോ കാർഡും കൂടി കിട്ടി. ആ ഒരു റെഡ് കാർഡാക്കി പുറത്ത് പോയിട്ടുണ്ടായിരുന്നത്. ഇതിന് ശേഷം റയൽ മാഡ്രിഡ് എന്തുകൊണ്ട് ഒരു ഗോൾ കൂടി അടിച്ചില്ല എന്നുള്ളത് എടുത്ത് പറയേണ്ട ഒരു സംഭവമാണ്. കാരണം ഒരു ഗോളും കൂടി എന്തായാലും അടിച്ചാൽ ഒരു ഇതുണ്ട്. കാരണം അങ്ങനത്തെ ഒരു സംഭവം ഇവൻ ഇബ്രാഹിം ഡിയാസിനൊക്കെ നല്ല നല്ല ചാൻസ് കിട്ടണം നമ്മൾ കണ്ടു. അങ്ങനെ എന്തുകൊണ്ടൊരു ഗോളും പാടെ 5 എന്നുള്ള ലീഡിലേക്ക് ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാവുമ്പോൾ റയൽ മാഡ്രിഡ് പ്ലേയേഴ്സ് ചിന്തിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനത്തെ ഒരു എൽ ക്ലാസിക്കോ ആയിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം റയൽ മാഡ്രിഡ് ഫുൾ ആധിപത്യം പുലർത്തിയിട്ടുണ്ടായിരുന്ന ഒരു എൽ ക്ലാസിക്കോ ആയിരുന്നു ഈ ഒരു ഫൈനൽ എന്ന് പറയുന്നത്. അങ്ങനെ റയൽ മാഡ്രിഡ് നേടുന്ന 13ാമത്തെ സൂപ്പർ കോപ്പ ഡി എസ്പാനയാണെന്ന് തോന്നുന്നത്. പിന്നെ കാർലോ ആൻസലോട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ റയൽ മാഡ്രിഡിനോടൊപ്പമുള്ള 11ാമത്തെ കിരീടമാണ് ഈ ഒരു സൂപ്പർ കോപ്പ ഡി എസ്പാന എന്ന് പറയുന്നത്. ഈ ഒരു ഫോമിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റയൽ മാഡ്രിഡിന് ഈ ഒരു സീസണിൽ ഒട്ടനവധി കിരീടങ്ങൾ നേടാൻ കഴിയുന്നതിലാണ് നമ്മുടെ വിശ്വാസം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടെ നിൽക്കുക. ഓക്കെ.